ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരൻസ് ഓഫ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. പാരൻസിനോട് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് പാരൻസിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. നമ്മളുടെ നീറ്റിന്റെ ഡ്രസ് കോഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതും നീറ്റ് എക്സാം ഹാളിൽ അലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, ബാർഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ രണ്ട് വീഡിയോസും നിങ്ങൾ കാണണം. അത് കണ്ടതിന് ശേഷം വേണം ഈ വീഡിയോ കാണാൻ. ബിക്കോസ് അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ ഡ്രസ് കോഡിന്റെ കാര്യവും എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം, അവിടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കള് റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയുന്നതായിരിക്കും. പക്ഷെ ഫസ്റ്റ് ടൈം എഴുതുന്നവരുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റേഴ്സിനൊക്കെ പാരന്റ്സ് ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മക്കൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് കിട്ടാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നീറ്റ് ഡ്രസ് കോഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഡ്രസ് കോഡ്, ഹെയർ സ്റ്റൈൽസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനായിട്ട് അവരെ റെഡിയാക്കുക എക്സാമിന്റെ ദിവസത്തിലേക്ക്. അപ്പൊ നമുക്കിനി കുറച്ച് ദിവസം കൂടി ഉണ്ട് എക്സാമിന്. എന്നാലും നിങ്ങളിപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ലീവ് ഒക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അത് ഒന്ന് ക്ലിയർ ആക്കി വെക്കാനാണ് ഇപ്പോഴേ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നീറ്റിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ എല്ലാ വർഷവും NTA പബ്ലിഷ് ചെയ്യുന്ന ബുള്ളറ്റിനിൽ ചാപ്റ്റർ 10 ആണ് പാരന്റ്സിനുള്ള ഇൻഫർമേഷൻ. അപ്പൊ അതിൽ 10.1 മുതൽ തുടങ്ങിയിട്ട് ഒരു 10-12 പോയിന്റ്, ഒരു 10-11 പോയിന്റോളം അവർ പാരന്റ്സിനുള്ള ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ബേസിക്കലി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒന്നും ഫുൾ ആയിട്ട് വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അവരതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ട് NTA നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് പാരന്റ്സിനോട് നിങ്ങളുടെ മക്കൾ എക്സാം സെന്ററിൽ വേ ബിഫോർ ടൈം, ഓൺ ടൈം എന്നല്ല പറയാം, വേ ബിഫോർ ടൈം എത്തിയിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. കാരണം അന്നത്തെ ദിവസം എല്ലാ സെന്റേഴ്സിലും തന്നെ ഒരുപാട് ആസ്പിരൻസ് എക്സാം എഴുതുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാഫിക്കും ഇഷ്യൂസും ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ എക്സാം സെന്ററിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അപ്പം എക്സാം സെന്ററിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, എത്ര സമയം എടുക്കും, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ബസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ ബസ്സിന്റെ സമയമൊക്കെ നോക്കി വെക്കുക. പിന്നെ നല്ല ദൂരമുള്ള നല്ല ട്രാവലിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പം ഒരുപാട് മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് എക്സാം സെന്ററിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നേരത്തെ എത്തി അവിടെ താമസിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അതിന് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതായിരിക്കും നല്ലത്. എക്സാം സെന്ററിന്റെ അടുത്ത് നമ്മൾ താമസിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ പാരന്റ്സിനോടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ കുട്ടിയുടെ എക്സാം സെന്റർ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ഒരു തലേദിവസം നിങ്ങൾ എക്സാം സെന്ററിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തി അവിടെ നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സിന്റെ വീടോ അല്ലെങ്കിൽ ഹോട്ടലോ എടുത്ത് താമസിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം എക്സാം സെന്ററിലേക്ക് നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ പറ്റും. വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള അടുത്ത ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇത്രയും അധികം ആസ്പിരൻസ് എഴുതുന്ന ഒരു പരീക്ഷയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഈ ഫ്രിസ്കിങ്ങിന്റെ സമയത്തും, അല്ലെ, കയറുന്ന സമയത്തൊക്കെ, ചെക്കിങ്ങിന്റെ സമയത്തൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അൺനെസസറി ടെൻഷൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ മക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊരു പരീക്ഷയാണ്. അപ്പൊ അവരെത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട്, നമുക്കിത് ചെയ്യാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുക. ഒരു ദിവസം മുമ്പൊക്കെ എക്സാം ഹാള് ദൂരെയാണെങ്കിൽ എത്തിയിട്ട് അവിടെ താമസിച്ച് അവരെ എക്സാം ഹാളിലേക്ക് വിടാനുള്ള ഒരു സൗകര്യം ചെയ്യുക. ഒരു ഹോട്ടലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം വേറെ ആളുകളും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ അപ്പൊ ഇവർ പറയുന്നത് കാൻഡിഡേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദി എക്സാം ഹോൾ ആഫ്റ്റർ 1:30 PM. അപ്പോൾ 1:30 PM എങ്കിലും എത്തിയിരിക്കണം എന്നാണ് പറയുക. ഞാൻ സജസ്റ്റ് ചെയ്യുക ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നേരത്തെ തുടങ്ങും. അപ്പൊ നമ്മൾ വേ ബിഫോർ ടൈം തന്നെ നമുക്ക് എക്സാം ഹാളിലേക്ക് എത്താൻ നോക്കാം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കാൻഡിഡേറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എങ്ങനെയാണ് പോകേണ്ടത്, ചെക്കിങ്ങിന് എവിടെയാണ് നിൽക്കേണ്ടത്, എന്തൊക്കെയാണ് അവരവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് നിങ്ങൾ ഫോളോ ചെയ്യാം. അതിനെല്ലാം മുമ്പ് പ്ലീസ് പ്ലാൻ യുവർ ഡേ. അന്നത്തെ ഒരു ദിവസം, മെയ് 4-ാം തീയതി എന്നുള്ള ഒരു ദിവസം സൺഡേ ആണ്. നിങ്ങളിപ്പം വർക്കിംഗ് അല്ലാത്ത, ഓഫ് ആയിരിക്കും മിക്കവർക്കും. ഇനി അന്ന് വർക്ക് ചെയ്യുന്ന ആളുകളോ ബിസിനസ് പേഴ്സണൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അന്നൊരു ഡേ ഓഫ് എടുക്കുക. പ്ലീസ് ബി വിത്ത് യുവർ ചൈൽഡ് നീഡ്സ് യുവർ സപ്പോർട്ട്. അപ്പൊ അത് ഒന്ന് നോക്കുക. പിന്നെ ഒന്ന് സമയത്തിന് ഇറങ്ങാൻ നോക്കുക. ട്രാഫിക് ഒക്കെ ഉണ്ടാകും. സൺഡേ ആണെന്ന് വിചാരിച്ച് ട്രാഫിക് ഇല്ലാന്ന് വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ബിക്കോസ് ഞാൻ ഇതൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, ഞാൻ നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ലാസ്റ്റ് മിനിറ്റിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഫ്യൂല് തീർന്നു പോയി, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നേരത്തെ ചെക്ക് ചെയ്ത് വെക്കാൻ പറയുന്നത്. പിന്നെ
പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നവർ ബസ് ട്രെയിനൊക്കെ പോകുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ സമയം നോക്കി വെക്കുക. ടിക്കറ്റ്സ് ബുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്ത് വെക്കുക. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്താണ്, അന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഫൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്, മക്കളുടെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, നിങ്ങൾക്ക് നല്ല ദേഷ്യമൊക്കെ വന്നു, അപ്പോൾ ഈ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുന്ന സ്വഭാവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒന്ന് അന്നത്തെ ദിവസം ഒന്ന് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിലും അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ കാരണം നമ്മുടെ മക്കൾക്ക് വെറുതെ അൺനെസസറി ഒരു പ്രഷറോ ഒരു ടെൻഷനോ അന്നത്തെ ദിവസം ഉണ്ടാക്കേണ്ട. പിന്നെ പ്ലീസ് ഡോണ്ട് റഷ് ദം, ലൈക്ക് ഇതെടുക്ക് ഇറങ്ങ് എന്നുള്ള ആ ഒരു റഷ് ചെയ്ത ഒരു മെന്റാലിറ്റിയിൽ അവരെ വീട്ടിൽ നിന്ന് ഇറക്കാണ്ട് നോക്കുക. തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എത്താനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പിന്നെ നിങ്ങൾ ഇതിന്റെ അടുത്ത് തന്നെ പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇൻ കേസ് അവർ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മറന്നുപോയി, ആ ടെൻഷനിൽ വെപ്രാളത്തിൽ പറന്നു പോയിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനാണെങ്കിൽ അതെടുത്ത് ഉടനെ കൊണ്ട് കൊടുക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു എക്സാം അല്ലേ, അപ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എക്സാം ഹാളിലേക്ക് ഇവർ എന്തൊക്കെ കൊണ്ടുപോകണം, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവരുടെ അഡ്മിറ്റ് കാർഡ് അവർ ഇഷ്യൂ ചെയ്യും അടുത്ത മാസം. അപ്പം അഡ്മിറ്റ് കാർഡ് അലോങ് വിത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എഫിക്സ്ഡ് ഓൺ ഇറ്റ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ഒട്ടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. പിന്നെ ഈ അഡ്മിറ്റ് കാർഡ് റിലീസ് ആകുമ്പോൾ അത് ഞാൻ വീഡിയോയിലൊക്കെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും, നോട്ടിഫിക്കേഷൻ പറഞ്ഞുതരും. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അറ്റൻഡൻസ് ഷീറ്റിൽ എഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവർ കയ്യിൽ കൊണ്ടുപോകണം. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, അതിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് കൊണ്ടുപോവുക. അത് കൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതുക. പിന്നെ ഒരു വാലിഡ് ഒറിജിനൽ ഐഡന്റിറ്റി പ്രൂഫ് വേണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് എടുക്കാം. ഓക്കെ, ഏത് ഐഡന്റിറ്റി പ്രൂഫ് ആണോ നിങ്ങൾ രജിസ്ട്രേഷന്റെ സമയത്ത് കൊടുത്തിട്ടുള്ളത് അത് തന്നെ ക്യാരി ചെയ്യാൻ നോക്കുക. പിന്നെ PWD സർട്ടിഫിക്കറ്റ്, PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുക. നിങ്ങളുടെ മൂന്നാമതായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫോമ ഫോം കൂടി ഡൗൺലോഡ് ചെയ്യണം. ആ പ്രൊഫോമ ഫോമിൽ നിങ്ങളൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. 4:6 ആണ് അതിന്റെ സൈസ്. കളേർഡ് ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അത് പ്രൊഫോമ ഫോമിൽ ഒട്ടിച്ചു കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവര് മെയിൻ ആയിട്ട് എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകേണ്ടത്? അഡ്മിറ്റ് കാർഡ്, അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തത് എക്സ്ട്രാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു 2 എക്സ്ട്രാ എടുത്തോളൂ. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ്, PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നാലാമതായിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ പ്രൊഫോമ ഫോമിൽ ഒട്ടിച്ച് കൊണ്ടുപോകുന്ന പോസ്റ്റ് കാർഡ് സൈസ്. അപ്പോൾ പ്രൊഫോമ ഫോമും അതിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും നിർബന്ധമാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ പ്രൊഫോമ ഫോമും ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ എപ്പോൾ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു ബാർഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ എക്സാം ഹോളിൽ അലൗഡ് അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ മക്കൾ അറിയാണ്ടെങ്കിലും ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് കൊണ്ടുപോകാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ കൊണ്ടുപോകാണ്ടിരിക്കാൻ, വെറുതെ അവർക്ക് അവിടെ ചെന്നിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവരുത്. പിന്നെ നീറ്റ് എഴുതുന്ന എല്ലാ കുട്ടികളും എല്ലാ വർഷവും കമ്പൽസറിലി ഫ്രിസ്കിങ്ങിന് വിധേയരാവണം. അപ്പം അവിടെ എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം ഇൻവിജിലേറ്റ് അവിടെ ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ഓഫീസേഴ്സ് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമല്ലോ ഒരു സെന്ററിൽ തന്നെ. അപ്പോൾ അവർ തിരക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നേരം വലിയ ക്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെന്നാൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രിസ്കിങ് ഒക്കെ ഫിനിഷ് ചെയ്യാം, കുട്ടികളുടെ ഫ്രിസ്കിങ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് തിരക്കിടുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അപ്പോൾ അവിടെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ നിൽക്കാണ്ടിരിക്കുക. കാരണം ഒരുപാട് കുട്ടികൾ, നിങ്ങളുടെ കുട്ടി മാത്രമല്ല ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പലരും പല മാനസികാവസ്ഥയിൽ നിന്നും പല സിറ്റുവേഷനിൽ നിന്നും ആയിരിക്കും വരുന്നത്. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാവാത്ത രീതിയിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് അവരേക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് കുറേ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗേൾസിന്റെ അണ്ടർ ഗാർമെന്റ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് 2023 ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഓഫ് കോഴ്സ് നമുക്ക് ദേഷ്യം വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞത് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആക്കി മാറ്റുമ്പോൾ അവർക്ക് ആ എക്സാം പീസ്ഫുൾ ആയിട്ട് എഴുതാനുള്ള ഒരു അവസരമാണ് ഇല്ലാണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവർ എക്സാം ഹോളിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ NTA വെബ്സൈറ്റിൽ നിങ്ങളും റെഗുലറായിട്ട് നിങ്ങൾക്ക് നോക്കാം. nta.nic.in. ഓക്കെ, neet.nta.nic.in അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കുക ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സിന്. അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് സൈലം നീറ്റ് ചാനലിൽ നോക്കാം. എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഒന്നും നിങ്ങൾ വിട്ടു പോവാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും തരുന്നതായിരിക്കും.
പിന്നെ ഇവർ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പ്രൊവൈഡ് ദ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഓഫ് ദ പാരന്റ് ഓർ ഗാർഡിയൻ ഡ്യൂറിംഗ് ദ സബ്മിഷൻ ഓഫ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അപ്പം ഇത് നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യമാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇതും കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ കുട്ടിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങൾക്കും അതിലേക്ക് ആക്സസ് ഉണ്ടാവും, നിങ്ങൾക്കും ആ റിസൾട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ കുട്ടി എക്സാം ഹാളിൽ എന്തെങ്കിലും ഒരു മോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി അടിക്കുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക, അലൗഡ് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുക, ഇനി കൃത്യമായ ഡ്രസ് കോഡ് കുട്ടി ഫോളോ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു മോൾ പ്രാക്ടീസ് ആണ് അതെങ്കിൽ കുട്ടിയെ ഡീബാർ ചെയ്യുന്നതാണ്. പിന്നെ കുട്ടിക്ക് എക്സാം എഴുതാനുള്ള അവസരം NTA കൊടുക്കില്ല. അപ്പോൾ നിങ്ങളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ അവരെങ്ങനെ മോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല, അപ്പം എന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് അവരുടെ സൈഡിൽ നിന്ന് വരാത്ത രീതിയിൽ അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവാം. ഓക്കെ. ഈ എക്സാം എടുക്കാൻ വരുമ്പോൾ പല സ്ഥലത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസും കിട്ടും. അതായത് പലരും നിങ്ങളെ അപ്രോച്ച് ചെയ്യാം, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് തരാം, ക്വസ്റ്റ്യൻ പേപ്പർ തരാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സാം ഹോളിൽ ഇങ്ങനെ ആളുകളെ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാടൊന്നും നടക്കാറില്ല. എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. നമ്മുടെ ഒരു കുട്ടിക്ക് പകരം വേറൊരാൾ പോയി എക്സാം എഴുതുന്നു അല്ലേ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഫോർജറി പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടീവോ ഇൻഫർമേഷനോ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്ലീസ് please please reject it, because that's not going to help you in any way, help your child in any way. അൺനെസസറി ആയിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയുള്ളൂ. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവരും എന്നെക്കാളും വളരെ വളരെ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ബട്ട് ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു, ബിക്കോസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഈ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ജസ്റ്റ് സേ നോ ടു ദാറ്റ്. അങ്ങനെ എന്തെങ്കിലുമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ that is not going to help you or help your child. Okay. ഞാൻ പറഞ്ഞില്ലേ സമയത്തിനൊക്കെ ഇറങ്ങുക, അത് NTA തന്നെ അവരുടെ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും ഉള്ള പ്രശ്നമാണ്, നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ഇറങ്ങും, എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ കഷ്ടകാലത്തിന് അന്ന് സംഭവിക്കും. ആ ടെൻഷനിൽ നമ്മൾ ഒരുപാട് ദേഷ്യപ്പെട്ട്, പിന്നെ കുട്ടിയാണെങ്കിലും ഇനി നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മറന്നുപോയെന്ന് വിചാരിക്കുക എക്സാം ഹാളിലേക്ക്, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ കുട്ടി എല്ലാവരുടെയും മുമ്പിലിട്ട് ദേഷ്യപ്പെടുക, നമ്മളുടെ ആ ഫ്രസ്ട്രേഷനും ദേഷ്യം മുഴുവൻ ആ കുട്ടിയിൽ കാണിക്കുക. ഓക്കെ. പിന്നെ ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് എൻ്റെ ജോലി മാറ്റി വെച്ചിട്ടാണ് നിനക്ക് വേണ്ടി വന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ. കഴിഞ്ഞ വർഷം ഏതോ കുട്ടി എന്താ ഫോട്ടോ ബാഗിൽ നിന്ന് താഴെ വീണുപോയി, കുട്ടി ഫോട്ടോ എടുത്തതാണ്, താഴെ വീണുപോയി. അതിന് ആ പേരന്റ് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട്, ആ ഫ്രിസ്കിങ് ഓഫീസറിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. കുട്ടി ഭയങ്കര വിഷമിച്ച്, ആ കുട്ടി പറയുന്നത് എനിക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കരയണ്ടെന്ന് വിചാരിച്ചിട്ടും കണ്ണിൽ നിന്ന് കണ്ണീര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എന്തോ ഭയങ്കര ഒരു ഇൻസൾട്ട് പോലെ ആയിപ്പോയി. കുട്ടി ഭയങ്കര വിഷമത്തോടെയാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവിടെ ഫാനില്ല, ക്ലോക്കില്ല, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പം ഉണ്ടാകും. അപ്പൊ അത് അവരവരുടെ ഇൻവിജിലേറ്റേഴ്സിനെ അത് അറിയിച്ചോളും. അതിനുള്ള സൊല്യൂഷൻ അവരതിന് കണ്ടെത്തേണ്ടതാണ്. ഓക്കെ. നമ്മൾ അവിടെ കിടന്ന് ഒച്ചുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അത് ഇഷ്യൂ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള ഇത് നമ്മൾ പിന്നീട് കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് റേസ് ചെയ്യാം. ബേസിക്കലി വാട്ട് ഐ എം സേയിങ് ഈസ് യുവർ ചൈൽഡ്സ് പെർഫോമൻസ് ഇൻ ദി എക്സാം, യുവർ ചൈൽഡ്സ് മെന്റൽ ഹെൽത്ത് ഇസ് ഇൻ യുവർ ഹാൻഡ്സ് ഓൾസോ. അപ്പം പ്ലീസ് മേക്ക് ഷുവർ യു ഗിവ് ദ റൈറ്റ് സപ്പോർട്ട് ടു യുവർ ചൈൽഡ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡ്രസ് കോഡ്, പിന്നെ നമ്മുടെ മക്കളിൽ പലരും കസ്റ്റമറി ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ, ഇപ്പോൾ ബുർഖയാവട്ടെ, നൻസിൻ്റെ ഡ്രസ്സാകട്ടെ, ഏത് ഡ്രസ്സ് ഇട്ട് പോകുന്നവരാണെങ്കിലും നിങ്ങൾ അവരെ 12:30 ആവുമ്പോഴേക്കും എക്സാം ഹാളിൽ എത്തിക്കണം. ഓക്കെ. 12:30 റിപ്പോർട്ട് ചെയ്യണം. ഡീറ്റെയിൽ ഫ്രിസ്കിങ് ഉണ്ടാകും, അതിനുശേഷമാണ് അവരെ ഉള്ളിലേക്ക് കടത്തിവിടുക. അപ്പോൾ പേരൻസ് നമ്മുടെ മക്കളെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗോട്ട് സം ക്ലാരിറ്റി. മക്കളും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളും പാരൻസിൻ്റെ അടുത്ത് മാക്സിമം അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. എല്ലാ രീതിയിലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ വാട്ടർ ബോട്ടിൽസ്, ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽസ് അവർക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള ഫുഡിൻ്റെ കാര്യം, ഇപ്പം ഒരുപാട് ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഫുഡ് കുറച്ച് കയ്യിൽ കരുതുക. പിന്നെ 3 hours മക്കൾ ഫുഡൊക്കെ കഴിക്കാണ്ടാണ് ഇരിക്കാൻ പോകുന്നത് എക്സാം ഹാളിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഉടനെ തന്നെ ഉടനെ തന്നെ എക്സാം ഹാളിലേക്ക് കയറുന്ന രീതിയല്ല, കഴിച്ച് ഒരു 1 hour ബിഫോർ ഒക്കെ ഫുഡ് കഴിക്കുക. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു 1 hour ബിഫോർ ഒക്കെ ഫുഡ് കഴിച്ചാൽ അതൊന്ന് ഡൈജസ്റ്റ് ആയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അപ്പം അല്ല, കാരണം വരുന്ന വഴിക്ക് ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിച്ചു, അപ്പം എന്തെങ്കിലും പ്രശ്നമായി, അങ്ങനെയൊക്കെ വയറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ആയി, ചിലർക്ക് ഇൻഡൈജഷൻ വന്നു, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാമല്ലോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാം, ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം മെയ്ഡ് ഫുഡ് തന്നെ കയ്യിൽ കരുതുക, ഫുഡും വെള്ളമൊക്കെ, അതായിരിക്കും നല്ലത്.
അപ്പോൾ എല്ലാ രീതിയിലും അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക. ഐ നോ ഇതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ ജസ്റ്റ് എ റിമൈൻഡർ. ആൻഡ് എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി പാരൻസിനോ അല്ലെങ്കിൽ മക്കൾക്കോ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ അതിന് ക്ലാരിറ്റി തരുന്നതായിരിക്കും. സോ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.